ഹായ് ഫ്രണ്ട്സ്, ബൈടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റിന്റെ എസ്എറ്റി കേബിൾ എങ്ങനെ ചേഞ്ച് ചെയ്യലെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൊട്ടിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് ജസ്റ്റ് വർക്ക്ഷോപ്പിൽ എത്തിക്കാനുള്ള ചെറിയ ട്രിക്കിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ പോവാം. ഇത് ഓൾറെഡി കണ്ടില്ലേ, ഇത് എസ്എറ്റി കേബിൾ പൊട്ടിയതാണ്. നമ്മൾ ജസ്റ്റ് എങ്ങനെ അത് വർക്ക്ഷോപ്പിൽ എത്തിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളെ പെട്രോൾ ടാപ്പിൻ്റെ ഒക്കെ താഴെ കാർബൻ്റെ താഴെയായിട്ട് കണ്ടില്ലേ ഒരു സ്പ്രിങ് സ്ക്രൂ ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കുന്നതനുസരിച്ച് വണ്ടി റേസ് ആവും. ഒന്നും ആ റേസിങ്ങിൽ നമുക്ക് വർക്ക്ഷോപ്പിലോ രാത്രി എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാലൊക്കെ വീട്ടിലെത്താനൊക്കെ ഉപകാരമായി കിട്ടും. ഇനി നമുക്ക് എങ്ങനെ കേബിൾ മാറ്റില്ലെന്ന് ജസ്റ്റ് നോക്കാം. അതിന് കേബിൾ മാറ്റാൻ ഫസ്റ്റ് നമ്മൾ ഈ ഒരു 12 സ്ക്രൂ ഫ്രണ്ടത്തെ 2 ഉണ്ടാവും, ആ സൈഡിലും ഉണ്ടാവും. പിന്നെ ബാക്കിൽ 12 ഒരു സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 12 ടി ഉപയോഗിക്കണം ബാക്കിൽ നമുക്ക് കിട്ടണമെങ്കിൽ. ബാക്കിൽ ചിലപ്പോൾ എന്തൊരു 12 13 ഡബിൾ എൻഡ് വെച്ചിട്ട് ലൂസാക്കി എടുക്കേണ്ടി വരും. 2 സൈഡ് കണ്ടോ, 12 2 സൈഡിലും ഇതുപോലെ 4 സ്ക്രൂ ബോൾട്ടാണ് വരും കണ്ടില്ലേ. അങ്ങോട്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് സിമ്പിളായിട്ട് മുകളിലോട്ട് പൊന്തിക്കുക. ഈ സ്ക്രൂ ബാക്കിലത്തെ കണ്ടില്ലേ, ഇതൊരു 10 ഇട്ടത്, ഇത് ഓൾറെഡി 12 വരിക. ഇത് വേറെ ആയിരുന്നു അയച്ചപ്പോൾ 10 ബോൾട്ട് എന്തോ ത്രെഡ് കംപ്ലൈൻറ്റ് ആയപ്പോൾ ഇത് ഇട്ടതായിരിക്കും. അപ്പോൾ 12 തോനെ വരല്. അതുകൊണ്ട് ആ 4 ബോൾട്ട് അയച്ചാൽ നമ്മൾ സീറ്റ് സിമ്പിളായിട്ടും കൊണ്ട് വരാൻ കിട്ടും കണ്ടോ. സീറ്റ് ഇങ്ങനെ പൊന്തിച്ചെടുക്കാം. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ടാങ്കിൻ്റെ ഈ ഒരു 10 കണ്ടില്ലേ 2 ബോൾട്ട് ഇങ്ങോട്ട് 10 ടി ഉപയോഗിച്ച് ഇങ്ങോട്ട് ഊരിയാൽ നമുക്ക് പെട്രോളിൻ്റെ ടാപ്പിൻ്റെ സൈഡ് കാണിച്ചു തരാം. ഇത് രണ്ടും ഫ്രീ ആയിട്ട് ലൂസാക്കി ഊരി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ പെട്രോൾ ടാപ്പിൻ്റെ അവിടെ ഒരു പൈപ്പ് ഉണ്ടാവും കണ്ടില്ല. അത് പിന്നെ കേബിൾ വരുന്ന വാഹനമുണ്ടോ, പെട്രോൾ ഓഫാക്കിയിട്ട് ഈ പെട്രോൾ പൈപ്പ് ഊരുക. ജസ്റ്റ് ഊരുമ്പോൾ നോക്കി വെക്കുക എന്തൊക്കെ പൈപ്പാണ് വരുന്നത്. ചിലപ്പോൾ പിന്നെ വെള്ളം ഒഴിവാണ് ടാങ്കിൻ്റെ ആ കൂരാണ്ടാവും, ചിലപ്പോൾ എയർ പൈപ്പൊക്കെ ഉണ്ടാവും. ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ ടൈറ്റാക്കി കൊടുത്താൽ ടൈറ്റാക്കി വെച്ചുകൊണ്ട് നമ്മൾ ലൂസാക്കി വെക്കുകയാണ്. നമ്മൾ ഷോപ്പിൽ എത്തിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് ടാങ്കും കൊണ്ട് പുറത്തേക്ക് ഊരി എടുക്കുക കേട്ടോ. ടാങ്കും കൊണ്ട് പുറത്തേക്ക് ഊരി വെച്ചിട്ട് വേണം നമുക്ക് ജസ്റ്റ് നമുക്ക് എസറിൻ്റെ മൗണ്ടിൻ്റെ ഈ ഒരു 2 സ്ക്രൂ ഉണ്ടാവും. ഒന്ന് ആ സൈഡിലും ഒന്ന് നേരെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. ആ 2 സ്ക്രൂ കൊണ്ട് ഊരിയെടുത്ത് നമുക്ക് ആ മൗണ്ട് ഊരാൻ കിട്ടും. ഒന്ന് ഈ സൈഡിലും വരും. ആ 2 സ്ക്രൂ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് ഊരിയെടുത്ത് സിമ്പിളായിട്ട് ആ ഒരു മൗണ്ട് നമുക്ക് ഊരിയെടുക്കാം. ഊരിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമുക്ക് ആ കേബിൾ ഊരിയെടുക്കാൻ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കണ്ടില്ലേ. ഒരു ഫുള്ള് ഊരണം. ഫുള്ള് ഊരിയാലും നമുക്കൊരു മൗണ്ട് ഊരാൻ കിട്ടും കണ്ടില്ലേ. ആ മൗണ്ട് ഊരിയിട്ട് കണ്ടില്ലേ, അത് കേബിൾ കണ്ടില്ലേ പൊട്ടിക്കെടുക്കുന്നുണ്ടല്ലേ. അതിൻ്റെ മൗണ്ടിൻ്റെ ഉള്ളിൽ കണ്ടോ അങ്ങനെ ടൈറ്റ് ഈ പൊട്ടിക്കെടുക്കുക. നമ്മൾ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ചെറിയ ടൈറ്റൊക്കെ കൊണ്ട് കയ്യിൽ നിന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കുക, അതായിരിക്കും നല്ലത്. ഇന്ന് നമ്മളെ കേബിൾ ലോക്കാക്കുന്ന ഒരു ഇതുണ്ടാവും, പിന്നെ ഉണ്ടാകാണ്ടില്ലേ ഒരു ലോക്ക്. അങ്ങോട്ട് ഊരിയിട്ട് നമുക്ക് കേബിൾ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് ഊരി എടുക്കാണ്ടില്ല. പൊട്ടിയ പീസാണ് മൗണ്ടിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ കേബിളിൻ്റെ മൊഡു. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓയിലൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ ബാക്കിലെ സെൻസറിൻ്റെ ആ ഒരു 10 ഡബിൾ എൻഡ് ഉപയോഗിച്ചിട്ട് ലൂസാക്കിയിട്ട് വലിച്ചിട്ട് ഒരു പിന്നെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് വിടുത്തിയെടുക്കാം. നമ്മളെ കേബിളിൻ്റെ കണ്ടില്ല ആ ഒരു വിടുത്തിയെടുത്താൽ ഒരു കേബിൾ അയച്ച് പിന്നെ നമ്മൾ അയസറിൻ്റെ അങ്ങോട്ട് പോകണം. പിന്നെ ഒരു 10 ഇതെടുത്ത് അയക്കണം. സ്ലീഡിലേ പോകണം കണ്ടില്ലേ. കേബിൾ അയച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിൽ കൂടെ അയച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു സ്ലീവ് ഫസ്റ്റ് താഴോട്ട് ഊരി എടുക്കണം കണ്ടില്ല. കേബിളിൻ്റെ മുകളിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അവിടെ നിന്ന് സ്ലീവ് ഉണ്ടാവും. ആ താഴോട്ട് ഊരി എടുത്തിട്ട് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്താൽ പെട്ടെന്ന് കിട്ടും കണ്ടില്ലേ. അങ്ങോട്ട് ഊരി കിട്ടിയാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കേണ്ടി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുമ്പോൾ നമ്മൾ RPMൻ്റെ ആ ഒരു മീറ്റർ ഷോർട്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ RPMൻ്റെ ആ ഒരു കണക്ഷൻ 4 സോക്കറ്റ് ഊരി വെക്കുക. അതുകൊണ്ട് നമ്മൾ ആ ഒരു കേബിളിൻ്റെ തുഞ്ചത്ത് ഒരു ഇരുമ്പിൻ്റെ ഇതാണ് വരുന്നത്, ബെൻഡ് കണ്ടോ. ആ ബെൻഡ് ചിലപ്പോൾ അതിന്മേൽ തട്ടിയാൽ ഫീസ് പോകാൻ സാധ്യതയുണ്ട്. അതിനെക്കൊണ്ടാണ് ഞാൻ ആ ഒരു പിന്നെ കണക്ടർ ഊരിയിട്ട് ആ 4 ലോക്ക് കണ്ടില്ലേ ആ ഊരിയിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഊരിട്ടാൽ സിമ്പിളായിട്ട് നമുക്ക് ഊരാം. അല്ലെങ്കിൽ തട്ടിയാൽ ഇപ്പോൾ ഫീസ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകേണ്ട. അതിനെക്കൊണ്ടാണ് ഞാൻ കാണിച്ച ആ ഊരിയിട്ട് നല്ല ഇൻസുലേഷൻ തുടച്ചെടുക്കേണ്ടിയിരുന്നതിന് ശേഷം നമുക്ക് ഈ ഒരു കാർബൻ്റെ സ്ലൈഡിലേക്ക് വരുന്ന ആ ഒരു 10 ഞട്ട് ലൂസാക്കിയിട്ട് ആ ഒരു കേബിൾ അതിന്മേൽ ഊരി എടുക്കണ്ടോ. അങ്ങനെ 10 ഞട്ടുണ്ടാവും മുകളിൽ. അത് താഴോട്ട് ഊരി എടുത്താൽ നമുക്ക് താഴത്തോടെ അങ്ങനെ സിമ്പിളായിട്ട് ആ ഒരു കേബിൾ ഊരുക ഉണ്ടാവും. ഒരു പിന്നെ ഉണ്ട് മുടു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി എടുത്താൽ നമ്മൾ സിമ്പിളായിട്ട് പഴയ കേബിൾ ഊരി. ഇതിന് ശേഷം നമുക്ക് ഒരു 6 അല്ലെങ്കിൽ എടുത്ത് ഈ ഒരു സെറ്റിൻ്റെ മൗണ്ടിൻ്റെ ഉള്ളിൽ ഓയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അയച്ചെടുക്കുന്നത്. 6 അല്ലെങ്കിൽ ഉപയോഗിച്ച് നമ്മൾ സിമ്പിളായിട്ട് ഒരു ഓയിലൊക്കെ ഇട്ടാൽ ഒന്ന് ഫ്രീ ആയിട്ട് നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുപോലെ എന്താണ് ക്ലാസിക്കൊക്കെ പിന്നെ കേബിൾ മാറ്റുക. പക്ഷേ ചെറിയ സീറ്റ് അയക്കുന്ന ചെറിയൊരു മാറ്റം ഉണ്ടെന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിമാണ് കേബിളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പിന്നെ 300 രൂപയാണ് ഈ കേബിളിന്, ഒറിജിനൽ കേബിളിന്. നമുക്ക് ഒറിജിനൽ നടാൻ നോക്കുക. പിന്നെ ഒറിജിനൽ ഇടുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്നാൽ അതുപോലെ ആ ഒരു കേബിൾ അയച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു RPMൻ്റെ ഒരു അവിടെ ഷോർട്ടാകാൻ സാധ്യത. അതിനെക്കൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് അതൊന്ന് ഊരി വെച്ചിട്ട് ഒരു ക്ലിപ്പ് ഊരി വെച്ചിട്ട് നമുക്ക് ഒരു സ്ലീവ് ഇറക്കുകയാണ്. അതായിരിക്കും സിമ്പിളായിട്ട് ചെയ്യാം. ഇതിന് ശേഷം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ സ്ലീവ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്ലീവ് നമ്മൾ ഫസ്റ്റ് ബാക്കോട്ടാക്കി വെക്കുന്നിട്ട് ഒരു കേബിൾ അതിലൂടെ ഇറക്കിയതിന് ശേഷം സ്ലീവ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കയറും. പിന്നെ നമ്മളെ കേബിൾ അയച്ച ആ ഒരു മൗണ്ടിൽ നിന്ന് അയച്ച പോലെ തന്നെ
അങ്ങോട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു കേബിൾ പോകുന്ന റൂട്ടൊക്കെ ക്ലിയർ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ അയച്ച റിബേറ്റൊക്കെ തിരിച്ച് ടൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിനായിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ മൗണ്ട് അയച്ചപ്പോൾ ആ ഒരു മൗണ്ടിൽ കേബിൾ വെച്ച് പിൻ ചെയ്തിട്ട് നമ്മളൊരു മൗണ്ടിൻ്റെ ഒരു കേബിളിൻ്റെ ലോക്ക് ഉണ്ട്, കണ്ടില്ലേ? അങ്ങനത്തെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. സ്റ്റാർട്ട് ടൈറ്റ് ആക്കിയ ശേഷമാണ് നമുക്ക് കേബിൾ നമ്മൾ ആ ഒരു മൗണ്ടുമ്മിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ടത്, കണ്ടില്ലേ? പിന്നെ നമ്മൾ പൊട്ടിപ്പോയ എമ്മിൽ അതുപോലെ തന്നെ തിരിച്ച് പുതിയ കേബിൾ ഇട്ട് ഫിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹോൾസ് കണ്ടില്ല, ആ ഹോൾസ് അതിൽ ഇറക്കി കൊടുക്കുക. നല്ല കറക്റ്റായിട്ട് എൻഡിന്മേൽ ആ മൗണ്ട് ഇറങ്ങി കൊടുക്കും. എന്നിട്ട് നമ്മൾ അയച്ച 2 സ്റ്റാർ സ്ക്രൂ തിരിച്ച് പിന്നെ ടൈറ്റായി കൊടുക്കുക. എന്നപ്പോൾ ആ 2 ടൈറ്റായി കൊടുത്താൽ ആ സൈഡത്തെ മൗണ്ട് റെഡിയായി. പിന്നെ നമ്മൾ ബാക്കോട്ട് പോയി ബാക്കിൽ നിന്നാണ് നമുക്ക് ആസിഡിൻ്റെ കാർബണിൻ്റെ അടുത്ത് വരുന്ന അയച്ച ആ ഒരു പിന്നെ കേബിളിൻ്റെ കണ്ടില്ലേ ആ ഒരു മുട് ഫസ്റ്റ് നമ്മൾ അതിൽ ഇറക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ച് ബാക്കോട്ട് ആ സ്ലൈഡ് ഒന്ന് പൊന്തിച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ ആ 10ൻ്റെ ഞെട്ടൊന്ന് പൊന്തിച്ചിട്ട് അതിലേക്ക് കാർബണിൻ്റെ മുകളിലൊരു ഗാഡി ഉണ്ടാവും, അതിൽ ഇറക്കി കൊടുത്തിട്ട് നമ്മൾ 10ൻ്റെ ഞെട്ട് കണ്ടില്ലേ ടൈറ്റാക്കി ഏത് ലെവലിലാണ് വണ്ടിന് നമ്മൾ കുറച്ച് പ്ലേ എന്തായാലും വെക്കണം, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫുൾ ടൈറ്റാക്കി വെക്കിയത് കേബിൾ, അങ്ങനെ ആകുമ്പോൾ വണ്ടി റേസിങ്ങിലായിരിക്കും. പിന്നെ കണ്ടോ അങ്ങനെ ടൈറ്റാക്കിയിട്ട് നമ്മൾ 10ൻ്റെ ഡബിൾ എൻഡ് വെച്ച് അവിടെ ടൈറ്റാക്കി ഒരു പ്ലേയിൽ വെക്കുക. സെറ്റിൽ നോക്കിയിട്ട് കണ്ടോ ചെറിയൊരു ആ ഒരു പ്ലേ വെക്കണം കേബിൾ. ഇതിന് ശേഷം നമ്മൾ സെൻസർ ലൈറ്റിൻ്റെ ആ ഒരു പാർട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു നട്ട് നമ്മൾ ലൂസാക്കിയിട്ട് വേണം ഫസ്റ്റ് ആ ഫ്രണ്ടിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുവരണം, കേബിളിൻ്റെ കൂടെ ഇറക്കിയിട്ട് കൊണ്ടുവരണം. കാണിച്ചിട്ടാണല്ലേ ഇത് ഫുള്ള് ഊരണം, ഊരിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കിയിട്ട് നമ്മളൊരു പാർട്ട് അതിനുള്ളിൽ വെച്ച് ആ ഒരു ചെറിയൊരു ഇതിൽ വെച്ച് ഫുൾ ടൈറ്റ് ആക്കാണ്ട് ചെറിയൊരു മെഡിൽ വെച്ചിട്ട് 10ൻ്റെ ഡബിൾ എൻഡ് വെച്ചിട്ട് ടൈറ്റായി കൊടുക്കാണ്ടില്ലേ അത് ചെറിയ കണ്ടോ ആ ടൈറ്റായി കൊടുക്കുക, ലോക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടും അങ്ങനെ ഒരു പ്ലേ വെക്കണം നമ്മൾ ആസിഡ് ടൈമിൽ. ഇമ്മൽ ഒരു പ്ലേൻ്റെ വെച്ചിട്ട് ആ ഞട്ട് ലോക്ക് ആക്കിയാൽ കേട്ടോ. ഫസ്റ്റ് പ്ലേയിലൊക്കെ വെച്ചിട്ട് കണ്ടീഷനാക്കി വർക്കൊക്കെ ചെയ്തിട്ട് നോക്കണം, സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി കണ്ടോ. അതിന് ശേഷം നമ്മൾ ഊരി എടുത്ത് ആ ഒരു ഹാൻഡിൽ വെയിറ്റ് തിരിച്ച് ആറിൻ്റെ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ടൈറ്റായി കൊടുക്കുക. ടൈറ്റായി കൊടുത്തതിന് ശേഷം ആ ഒരു നമ്മൾ ആ ഊരി വെച്ചാൽ ഇതാക്കാനായും ഓയിൽ ഒഴിക്കാൻ. അതുകൊണ്ട് ഇതിന് ശേഷം നമുക്ക് ആ ഒരു ഡൂമിൻ്റെ അവിടെ ഒരു പിന്നുണ്ടാവും, അതൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്യാണ്ടല്ലേ. നമ്മൾ ഊരി വെച്ച ആ ഒരു പിന്ന് സിമ്പിളായിട്ട് ഇത് സൈഡിൽ നിന്ന് വരുന്നത്, അതുകൊണ്ട് സിമ്പിളായിട്ട് ആ ഒരു പിന്നൊക്കെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ടാങ്കൊക്കെ നേരത്തെ അയച്ച പോലെ ഒന്ന് തിരിച്ച് ഫിറ്റ് ചെയ്ത് ഈ അയക്കുമ്പോൾ ഈ ഒരു പൈപ്പൊക്കെ നോക്കണം, എയർ പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായി കൊടുക്കുക. അപ്പോൾ ആ ജസ്റ്റ് നോക്കുക പെട്രോൾ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ പെട്രോൾ ഓണാക്കി സീറ്റൊക്കെ തിരിച്ച് ടാങ്കിൻ്റെ ഞട്ടൊക്കെ ആണല്ലേ ടൈറ്റായി കൊടുക്കുക. നമ്മൾ കുറച്ച് സ്പീഡാക്കിയ പെട്ടെന്ന് ലാഗാണ്ട് വിചാരിച്ചിട്ടാണ് നിങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഇതിന് ശേഷം ആ ഒരു അയച്ചപ്പോൾ എന്ന സീറ്റിൻ്റെ ഞെട്ടൊക്കെ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അന്ന് എത്ര പണിയുള്ളൂ ഇങ്ങനെ ഈ ACT കേബിൾ മാറ്റാൻ. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഇനി വരുന്നതായിരിക്കും. പോലെ തന്നെ അന്ന് ടൈറ്റ് ചെയ്ത് ശേഷിച്ചിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ കണ്ടില്ല ഫിക്കർ അടിച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റെഡി ചെയ്തണം. കണ്ടില്ലേ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും. ഓക്കെ ഒന്ന് കണ്ടോ കണ്ടീഷനായി. അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ ബൈ ബൈ.